കൊല്ലം ഗംഭീര മത്സരമായിരുന്നു. ഇത്തവണ കൊല്ലം തൂക്കുമെന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം. ഇതിന്റെ പേരെന്താണ്? ശിവനെ കുറിച്ച് ഇങ്ങനെ ഭസ്മം ധരിക്കുന്നതിന് അവനെ വിവാഹം കഴിക്കണ്ട എന്നൊക്കെ പറയും. പാർവതി അത് കേൾക്കുന്ന ശിവപാർവതി പരിണയം അല്ലേ? അതന്നെ, ശിവൻ വേഷം മാറി വന്നിട്ടേ ശിവനെ കുറിച്ച് തന്നെ കുറ്റം പറയും. ആ സീനാണ്. അതായത് ചണ്ടാളനാണെന്നും അറിയാലോ, എല്ലാവരും ഇങ്ങനെ പരിപാടി ചെയ്യുമ്പോൾ പിന്നെ പിടിച്ചോണ്ട് പോകും. ഓക്കെ, ആ പരിപാടി നടക്കുന്ന അവർക്കൊരു ബിറ്റ് എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തു ഇങ്ങനെ വന്നയാ. ഓക്കെ, കലോത്സവത്തിന്റെ 1ാം ദിനത്തിൽ 1ാം വേദി സൂര്യകാന്തിയില് മോഹിനിയാട്ടം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് പ്രാർത്ഥനയാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ പ്രാർത്ഥനയോട് തന്നെ ചോദിക്കാം. പ്രാർത്ഥന, എവിടെയാണ് സ്ഥലം? കൊല്ലം, കർണാടക. കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം. ഇതിന്റെ പേരെന്താണ്? എത്ര പഠിക്കുന്നത്? ഏതോ വേറെ രാജ്യനാട്ടിൽ നിന്നുള്ളവരൊക്കെ വന്ന് ഫോട്ടോ എടുക്കുന്നു. ഓക്കെ, വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ളതാണ്. ഓക്കെ, അവരാണ് ഇപ്പോൾ അവരോട് കൂടെ നിന്ന് ഫോട്ടോ എടുത്തത്. അവർക്കിതിനെ പറ്റിയൊന്നും അറിയത്തില്ലല്ലോ. സോ അവർ വന്ന് ചോദിച്ചു നമ്മുടെ അടുത്ത് എന്തോ കാര്യങ്ങളെന്നൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർക്ക് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോട്ടോ എടുത്തു. ഓക്കെ, നിങ്ങൾക്ക് അമ്പാന്റെ ശബ്ദം എടുക്കാം. അണ്ണപ്പട്ടി ജ്യൂസ് അടിച്ചോണ്ടിരിക്കുന്നത്. അണ്ണ ചാടി തോളത്ത് കൂടെ ചവിട്ടി ചെമ്പടുത്തോളത്ത് കുത്തിക്കുന്ന്. അണ്ണപ്പട്ടി ഞാനടിച്ച് പൂസാറുണ്ട്. നിങ്ങൾക്ക് വേടന്റെ ശബ്ദം എടുക്കാം. വണക്കം മക്കളെ. കാട്ടുമരത്തിന്റെ മനം മുറിഞ്ഞ് കാക്കി ഭൂതങ്ങൾ വല നിറഞ്ഞ് യന്ത്രത്തോക്കുകൾ മന്ത്രമോതുമ്പോൾ അമ്പക്കിളി കരഞ്ഞ്. climate of our soul and realize that we are not apart from nature. We are a part of nature. And to betray nature is to betray us. കേരള വിഷൻ പിടിച്ചു നിർത്തി. മോഹിനിയാട്ടം മാത്രമാണ്. കൊല്ലം ഗംഭീര മത്സരമായിരുന്നു. ഇത്തവണ കൊല്ലം തൂക്കുമെന്നുള്ളതാണ്. ഓരോ സ്ഥലത്ത് ഓരോ വെറൈറ്റി സാധനങ്ങളാണ്. മിൽമയുടെ സംഭാരം അവിടെയൊക്കെ തൂക്കി വീഡിയോ കിട്ടുന്നു. ഇത് മിൽമയുടെ ഒരു ബൂത്താണ്. അതിന്റെ അപ്പുറത്ത് തന്നെയാണ് ഈ സംഭാരം. ഓക്കെ, കൊച്ചുറ്റിക്കാരെ വിളിച്ച് അങ്ങനെ കൊച്ചുറ്റിക്ക് വലിയ സൂമ്പയോ പുള്ളിയുടെ പേരൊന്നും അറിയത്തില്ല. അപ്പോൾ പുള്ളിയുടെ കൂടെ ഒക്കെ ഇന്ന് ഒരു പെർഫോമൻസ്, അതാണ് അടുത്ത പരിപാടി. ഓക്കെ, അതാ പുള്ളി, അതാ സൂമ്പ. വൈബ് പാട്ട് കൊടുത്തിട്ടുണ്ട്, പാട്ട് എപ്പോൾ ഇടും. ഓക്കെ,
ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ കോട്ടപ്പുറം സ്കൂളിലാണ് NSS ഡ്രൈവേഴ്സ് ആണ്. ഇതിന്റെ ഭാഗമായി പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ 3 പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നുണ്ട്. ഉണ്ടാക്കിയ ബ്രഷസും പേപ്പറും ഇത് ഞങ്ങൾക്ക് പൊതുസേവനത്തിന് വേണ്ടിയെടുത്തത്. പ്രധാന ഉദ്ദേശം പരമാവധി പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാന്നുള്ളതാണ്. ഫണ്ട് നിങ്ങൾ എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ ഉദ്ദേശം? ഈ ഫണ്ട് ഉപയോഗിച്ച് ലൈബ്രറി വായനശാല ഉണ്ടാക്കുന്നതിലേക്കാണ്. പിന്നെ ബാലത്തോട് ചാലഞ്ച് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞങ്ങളുടെ പൈസക്ക് അനുസരിച്ച് പൈലറ്റില് അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അപ്പൊ പൈസ ആണെങ്കിൽ എത്ര രൂപ സാധനത്തിന് എത്ര രൂപ? 100? ഗൂഗിൾ പേ ഉണ്ടോ? ഓക്കെ ഓക്കെ. കലോത്സവത്തിന്റെ കണ്ടയാണ് ലൈവ് പടം വരാം. എന്താ നിന്റെ പടം വരയ്ക്കണോ? പക്ഷെ അവർ സമ്മതിക്കുമോ അറിയത്തില്ല. റാൻഡമായിട്ട് സെലക്ട് ചെയ്യാൻ തോന്നുന്നു. ഇവിടെ പടമൊക്കെ വരച്ചുകൊണ്ടിരിക്കുവാണ്. പക്ഷെ ഇങ്ങിരിക്കുന്ന ഇച്ചി പോസ്റ്റല്ലേ, ഇങ്ങിരിക്കുന്ന ഇച്ചി പോസ്റ്റല്ലേ, കുറച്ച് ഇങ്ങിരുന്ന് കൊടുക്കണം. പിള്ളേരെ നോക്കിയിട്ട് പബ്ലിക് വോട്ടിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, അത് ആരൊക്കെയാന്നൊക്കെ എഴുതിയിടണം എന്ന് പറഞ്ഞാൽ മികച്ച നടനെ നടി പബ്ലിക് വോട്ടിംഗ് കൂടെ അവർ സെലക്ട് ചെയ്യും. അപ്പോൾ ഞങ്ങൾ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ എഴുതിയിട്ടിട്ട് ഞാൻ വീഡിയോയുടെ കാര്യം ആലോചിച്ചത്. ഓക്കെ, ഓരോ മികച്ച ഗായിക, മികച്ച ബാലതാര, അതാണ് നമ്മൾ പബ്ലിക് വോട്ട് ചെയ്യണം. അപ്പോൾ അവർ ഒരാളെ സെലക്ട് ചെയ്യുമെന്ന്. എന്തൊക്കെ ഇടായിപ്പല്ലേ. ഇതേ സൂര്യ ഇവിടെ വണ്ടി കേൾ 31 ആണോ സൂര്യ? അത് ശരി. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്താ ബ്രോ, എന്തേലും 2 വാക്ക് പറയാനുണ്ടോ? എന്നാലും പറ. വിശക്കുന്ന അപ്പൊ റിസൾട്ടൊക്കെ വന്നു. ഇപ്പൊ ഇവിടെ ഗ്രൂപ്പ് ഡാൻസ് നടക്കുവാണ്. ഓക്കെ, അത് ഞാൻ കുറച്ച് ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം ഗ്രൂപ്പ് ഡാൻസിന്റെ. ഇവിടെ MLA എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ പത്രത്തിന്റെ ആണ്, പത്രത്തിന്റെ ഒക്കെ എഴുതി കൊടുത്ത്. ക്ലബ് FM ഉണ്ട്. പണ്ട് മാഹിമച്ചാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് വെച്ച് നടക്കും ക്ലബ് FM-ന്റെ ഇതായിട്ട് പുള്ളി. അങ്ങനെ ഇതൊക്കെ ഇവിടെ ഒക്കെ എനിക്കൊന്ന് റേഡിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. ഇതെന്തുവാ? ഓ, മറ്റേ ആറന്മുളയിലെ ഫേമസ് സാധനങ്ങൾ, കൊട്ടയും അതും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, അയ്യോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ ഒരു ഫയർ എഞ്ചിൻ കിടപ്പുണ്ട്. ഓക്കെ, അല്ല നിങ്ങൾ അടുപ്പിക്കുന്ന ഒരു കുട്ടിനെ കൂടെ വിളിക്കുക, ഞങ്ങൾ വിളിച്ചോളാം. ഇത്ര ഉണ്ടായിട്ട് ഇവിടെ വിളിക്കാൻ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. പെർമിഷൻ ഇല്ല. അങ്ങനെ വിളിച്ചോളൂ. ഞങ്ങള് പോയിട്ട് വിളിച്ചോണ്ടിരാൻ പറ്റുമല്ലോ. ഞങ്ങളുടെ ജോലി അതല്ല. ഞങ്ങളുടെ ജോലി അതല്ല. നിങ്ങൾക്ക് ഇന്റർവ്യൂ തരാൻ ആള് അപ്പോൾ അതേ പരിപാടി, ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടില്ല. ഈ 8 മണി തൊട്ട് 8:20 വരെ അമ്പലത്തിൽ എന്തോ പരിപാടിയുണ്ട്. സോ അങ്ങനെ പരിപാടി നിർത്തി വെച്ചേക്കുവാണ്. അപ്പം നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പം നമ്മൾ പോവാണ്. അപ്പോൾ പാത്തു ഡ്രസ്സൊക്കെ മാറി ഇപ്പം നോർമൽ ഡ്രസ്സൊക്കെ ഇട്ടേക്കുന്നത്. പക്ഷേ താഴത്തുനിന്ന് മാറിയില്ല, മുകളിലത്തെ എല്ലാം മാറി. ഓക്കെ, അങ്ങനെ എന്നിട്ട് വീട്ടിൽ പോയി ബാക്കി മാറാനാണ്. ഓക്കെ, സോ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പരിപാടി. അപ്പം ഇനി വേറെ എന്തെങ്കിലും പറയണ്ടോ? അവിടെ റിസൾട്ട് പറയാനുണ്ട്. അപ്പം നമുക്ക് A ഗ്രേഡ് ഉണ്ട് അല്ലേ? മോഹിനിയാട്ടം സ്റ്റേറ്റ് A ഗ്രേഡ്. കഴിഞ്ഞിട്ട് കേരളാടൻ A ഗ്രേഡ്, മോഹിനിയാട്ടം A ഗ്രേഡ് എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? മേക്കപ്പ് പുരിയപ്പോ കൊള്ളത്തില്ലേ ബ്രോ?
ഓ മറ്റേ ഇത് അടിച്ചു വെച്ചേക്കോ അല്ലേ. അപ്പം ഹൈസ്കൂളല്ലേ, ഹൈസ്കൂളിലെ ലാസ്റ്റ് കലോത്സവം ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. ഇൻഷാല്ലാ ഹയർ സെക്കൻഡറി കാണാം അല്ലേ. അപ്പം അതും ആ സമയത്ത് ഇതിന്റെ വ്ളോഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും വ്ളോഗായിട്ട് കാണാം. ഓക്കെ, സോ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അല്ല, നാളെ പോകുന്നുണ്ടോ നമ്മള്? നാളെ പോയിട്ട് ചെറിയ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം അല്ലേ. ഓക്കെ, അപ്പം ഇന്നത്തെ ദിവസം ഇത്രേ ഉള്ളൂ. ബൈ. അത് ഞാൻ കണ്ടില്ല. ആരൊക്കെ വന്നായിരുന്നു ഇന്ന്? മറ്റേ റിയാഷിബു വന്നായിരുന്നല്ലേ, മറ്റേ സർവ്വമായക്കാത്ത. പിന്നെ സുരേഷ് ഗോപി ഉണ്ടായിരുന്നു, പിണറായി വിജയൻ വന്നു. സോ അതൊന്നും സുഖമായിരുന്നു. മോഹൻലാൽ ഒരു ദിവസം ലാസ്റ്റ് ഞാനില്ല. വേണം മമ്മൂട്ടിയായിരുന്നില്ല. അപ്പൊ ലാസ്റ്റ് തന്നെ അടുത്ത ഷോളച്ചാന്ന് പറയുമല്ലോ. അപ്പം വന്ന് കാണുക. നിങ്ങൾ പങ്കെടുക്കുന്നില്ലെങ്കിൽ വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക പിള്ളേർ. ആ ജില്ല മാക്സിമം ആ ജില്ലക്കാരും വരിക. ബാക്കിയുള്ളവർ എത്തിപ്പെടാൻ പറ്റുമെങ്കിൽ അത്ര എത്തിപ്പെടുക, വന്ന് കാണുക, പിള്ളേർക്ക് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. ഗുഡ് നൈറ്റ്.